മലപ്പുറത്ത് 2 വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചു കൊന്നതായി പരാതി. ഫാത്തിമ നസ്റിനാണ് മരിച്ചത്. പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ മാതാവും ബന്ധുക്കളുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇന്നലെ അവരെ വിളിച്ച് ഫോൺ ചെയ്തതിന് അച്ഛൻ്റെ എടുത്തേക്ക് ഒന്ന് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞ് കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാന്ന്. പറഞ്ഞു ഇഞ്ച് കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, ഇഞ്ച് കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ച് കൊന്നതന്നെ ഈ കരഞ്ഞ് കുട്ടീനെ ഇഞ്ച് പറഞ്ഞിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയത് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടീനെ കൊന്നത്. കുട്ടീനെ അലമാറമ്മക്ക് കുന്തിയിട്ടും കട്ടിലമ്മക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും കൊല്ലി പിടിച്ച് ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കണത്. ഓൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ. കുട്ടി പറഞ്ഞു എന്നോട്. KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹി സൂചിപ്പിച്ചതുപോലെ ആദ്യം ഇത്തരത്തിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണം എന്നൊരു നിഗമനത്തിലായിരുന്നു. ഇപ്പോൾ ബന്ധുക്കൾ പറയുന്ന ഈ ഒരു പ്രതികരണത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആതിര, മലപ്പുറം ഉദരംപൊയിലാണ് സംഭവം. 2 വയസ്സുകാരി ഫാത്തിമ നസ്റിനാണ് ഇന്നലെ വൈകിട്ടാണ് കുഞ്ഞിനെ 4 മണിയോടെയാണ് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്നാണ് ഡോക്ടറോട് പിതാവ് ഫായിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നു മരണ കാരണം കൊലപാതകമാണ്, മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയും എല്ലാം ആരോപിക്കുന്നുണ്ട്, ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. മരണകാരണം ലഭ്യമായതിനു ശേഷമേ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. പക്ഷെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉടനീളം മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. മുഖത്തും കയ്യിലുമെല്ലാം കരുവാളിച്ച നിറം കാണുന്നുണ്ട്. ഇത് വലിയ മർദ്ദനത്തിന് കുട്ടി ഇരയായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിന്റെ പാടുകൾ ശരീരത്തിൽ ഉണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും പോലീസ് മറ്റു നടപടികളിലേക്ക് കടക്കുക. സ്വാലിഹ്, അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ശരീരത്തിലാകമാനം കരുവാളിപ്പുള്ള പാടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സംശയാസ്പദമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇത് ഇന്നലെ ഈ കുഞ്ഞിനെ പരിശോധിച്ച നിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ശരീരത്തിലുടനീളം വലിയ മർദ്ദനത്തിന് കുട്ടി ഇരയായിരുന്നതായി പറയുന്നുണ്ട്. കുഞ്ഞിനെ ഉമ്മയുടെ വീട്ടിലായിരുന്നു ഈ കുഞ്ഞ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിതാവ് ഫായിസ് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിരുന്നത്. അവിടെ വെച്ചാണ്, വീട്ടിൽ വെച്ചാണ് ഈ മർദ്ദനം നടക്കുന്നത്. പിതാവിന്റെ ഉമ്മയും സഹോദരിമാരും എല്ലാം ഇക്കാര്യത്തിൽ ദൃക്സാക്ഷികളാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ആതിര. ശരി സ്വാലിഹ്, മലപ്പുറത്ത് 2 വയസ്സുകാരിയുടെ പിതാവ് മർദ്ദിച്ച് കൊന്നതായുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. ഫാത്തിമ നസ്റിനാണ് മരിച്ചത്. ഇത്തരത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ മാതാവും ബന്ധുക്കളുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. KT സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്.